ചെറുപയറിൻ്റെ ഗുണങ്ങൾ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ? അപ്പം അത് മുളപ്പിച്ചും കൂടെ കഴിച്ചാലോ? അപ്പം നമുക്കിന്ന് ചെറുപയർ മുളപ്പിച്ച ഒരു റെസിപ്പി തയ്യാറാക്കാവേ. അതിനായിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളിയും ഒരു 2 അല്ലിയോളം വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ തലേന്ന് നന്നായി കഴുകി കുതിർത്തി മുളപ്പിച്ചെടുത്ത ചെറുപയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ചെറുപയറൊക്കെ കൊടുത്താൽ വലിയ പാടല്ലേ കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സിനൊക്കെ പകരമായിട്ടും ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ശരീരത്തിൽ ധാരാളം ഗുണങ്ങൾ ഉണ്ടാവുകയും വിറ്റാമിൻ്റെ അളവ് ശരീരത്തിൽ കൂടുകയും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ പയർ ഇങ്ങനെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വേണ്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. മാതളവും സവാളയും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്തിട്ട് കുട്ടികളെ കുറച്ചും കൂടെ ഒന്ന് ആകർഷകമാക്കി വേണമെങ്കിലും ഇത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന കേട്ടോ. അപ്പം നമ്മൾ ചെറുപയർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ ബൈ.